ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മോട്ടിവേഷൻ ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ക്ലാസ് എന്ന് ഇതിനെ പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ SSLC +2 പരീക്ഷാ ഫലങ്ങൾ വരാറായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ എല്ലാ കുട്ടികളോടും അതുപോലെ രക്ഷകർത്താക്കളോടും ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം, 10ാം ക്ലാസ്സിലെയും +2വിലെയും മറ്റ് എക്സാമുകളുടെയും ഒക്കെ പരീക്ഷാ ഫലങ്ങൾ വരുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ പരീക്ഷയുടെ റിസൾട്ട് മോശമാവുമ്പോൾ അവർ ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയവും. നമ്മുടെ മക്കൾ 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ +2വിന് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലാസ്സുകളിൽ അവർ പരീക്ഷ എഴുതിയിട്ട് ഫലം കാത്തിരിക്കുമ്പോൾ ആ ഒരു റിസൾട്ട് വരുമ്പോൾ അവർ പ്രതീക്ഷിച്ച മാർക്ക് അവർക്ക് കിട്ടിയില്ല എങ്കിൽ കുട്ടികളെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ പല രക്ഷിതാക്കളും അവരെ പ്രകോപിതരാക്കിക്കൊണ്ട്, എന്തുകൊണ്ട് നിനക്ക് ഫുൾ A+ കിട്ടിയില്ല, എന്തുകൊണ്ട് മറ്റേ കുട്ടിക്ക് ഫുൾ A+ കിട്ടി, അങ്ങനെ ഒരു താരതമ്യ പഠനം, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കമ്പയറിങ് നമ്മുടെ ഈ ഒരു പരീക്ഷാ ഫലങ്ങളിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്. അപ്പം ഞാനിവിടെ പറയുന്നത് വേറൊന്നുമല്ല, എൻ്റെ വിദ്യാർത്ഥികളോട് 10ാം ക്ലാസ്സിലെയും +2വിലെയും മറ്റ് എക്സാം എഴുതി ഇരിക്കുന്ന പൊന്നു മക്കളോട് എനിക്ക് പറയാനുള്ള കാര്യം ഒന്ന് മാത്രമാണ്. റിസൾട്ട് എന്തായാലും ഫുൾ A+ നിങ്ങൾക്ക് കിട്ടി, അത് നന്നായി. ഇനി ഒരു A+ നിങ്ങൾക്ക് കുറഞ്ഞു പോയി, അതിൻ്റെ പേരിൽ പല കുട്ടികളും ആത്മഹത്യ ചെയ്യാറുണ്ട്, അതുപോലെ അവരുടെ ജീവൻ എടുക്കാറുണ്ട്. അപ്പോൾ ഈ പേരൻസ് ചിലപ്പോൾ അതിനൊരു ഹേതു ആകാറുണ്ട്. കാരണം പേരൻസും പറയും, നിന്നോട് പഠിച്ച മറ്റുള്ള കുട്ടികൾക്കൊക്കെ ഫുൾ A+ ഉണ്ട്, അല്ലെങ്കിൽ നിന്നോട് പഠിച്ച ഫുള്ള് മാർക്ക് വാങ്ങിയ കുട്ടികൾ ധാരാളമുണ്ട്, നിനക്ക് മാത്രം എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു പോയി. ഇങ്ങനെ കുറേ ടോർച്ചറിങ് കുട്ടികൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സ്, ആ ഒരു പ്രായം അതാണ്, ഒരു 16, 17, 18 വയസ്സിനിടയിലുള്ള കുട്ടികളാണ് നമ്മുടെ മക്കളെന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ മനസ്സിൽ ഒരു നിരാശാബോധമുണ്ടാകും. കാരണം അവർ ചിന്തിക്കും, ഞാൻ പഠിച്ച് ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു, അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ട്യൂഷന് പോയപ്പോൾ എനിക്ക് അവിടെ ഫസ്റ്റ് ആയിരുന്നു, പക്ഷെ എനിക്ക് പരീക്ഷാ പേപ്പറിൽ ഞാൻ വിചാരിച്ച രീതിയിൽ എഴുതി ഫലിപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എനിക്ക് ഒരു വിഷയത്തിനോ അല്ലെങ്കിൽ 2 വിഷയത്തിനോ ഞാൻ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് കുട്ടികൾ ചെയ്യുന്ന ഒരു മാർഗം സ്വന്തം ജീവൻ അങ്ങ് അവസാനിപ്പിക്കാം എന്ന ഒരു തീരുമാനത്തിലെത്തുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നമ്മുടെ മക്കൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തരുത്. അതിന് പേരൻസും അതുപോലെ തന്നെ പേരൻസിൻ്റെ ഒപ്പം മക്കളും കൂടി ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മക്കളെ റിസൾട്ട് വരുമ്പോൾ മറ്റുള്ള കുട്ടികളുമായി കമ്പയർ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം ചിലപ്പോൾ പഠിക്കാൻ സാധിച്ചില്ല എന്ന് കരുതി ജീവൻ വേണ്ട എന്ന് വയ്ക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് ഓരോ വർഷവും കേരളത്തിലെ ആത്മഹത്യയുടെ എണ്ണം കൂടി വരികയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കാനുള്ളത് ഒന്ന് മാത്രമാണ്, ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു പരിഹാരമല്ല,
ഒരു പരിഹാരമല്ല. ആത്മഹത്യ ചെയ്യുന്നത് മൂലം ഒരു പരിഹാരമല്ല. ആത്മഹത്യ ചെയ്യുന്നത് മൂലം നിങ്ങളുടെ ജീവിതം തന്നെ തുടച്ചു നീക്കുകയാണ് ഈ ഭൂമിയിൽ നിന്ന്. നമുക്ക് ദൈവം കനിഞ്ഞു തന്ന ഈ ഒരു ജീവൻ നമുക്കെടുക്കാൻ ഒരു അവകാശവുമില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളെക്കാൾ മാർക്ക് കുറഞ്ഞ ഒരുപാട് കുട്ടികളുണ്ട്. അവരൊക്കെ full A+ വാങ്ങിയവരുമുണ്ട്. ചിലപ്പോൾ ജീവിതം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, പണ്ട് കാലത്തെ രീതികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലാസ്സിൽ ഒന്നാമനായിരിക്കാം, മറ്റു വിഷയങ്ങളിലൊക്കെ ഏറ്റവും അധികം മാർക്ക് വാങ്ങുന്നവനായിരിക്കാം. പക്ഷേ അങ്ങനെ ഒരു കുട്ടി നമ്മൾ ജീവിതത്തിൽ നോക്കുമ്പോൾ ആ ജീവിതത്തിൽ ആ കുട്ടി ചിലപ്പോൾ പരാജയമായിരിക്കാം, ബിഗ് സീറോ ആയിരിക്കാം. അപ്പോൾ ആ ഒരു എന്നാൽ നമ്മൾ അവിടെ പറയുന്നത്, ഇനി ക്ലാസ്സിലൊക്കെ വളരെ മോശമുള്ള പ്രകടനമാണ്, ബാക്ക് ബെഞ്ചേഴ്സാണ്, പഠിക്കാനൊക്കെ വളരെ വളരെ പിറകിലോട്ടാണ്, പക്ഷേ അവന് നല്ല കഴിവുണ്ട്. ആ കഴിവ് വെച്ചുകൊണ്ട് അവൻ സമൂഹത്തിൽ ഉയർന്ന പദവിയിൽ എത്തുന്ന ഒരുപാട് ആളുകളെ നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജീവിതത്തെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ചില വ്യക്തികളെ നോക്കിയാൽ മതി. നമ്മുടെ ഏറ്റവും ചെറിയ ജോലിയിൽ നിന്ന് ഏറ്റവും ഉയർന്ന പദവിയിൽ നിൽക്കുന്നവരെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അവരൊക്കെ വലിയ പ്രഗത്ഭരോ, ചിലപ്പോൾ അവർ പഠിക്കാൻ വലിയ മിടുക്കരോ, അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തെത്തിയവരോ, അല്ലെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങിയവരോ, അതല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഫസ്റ്റ് ക്ലാസ്സോ ഡിസ്റ്റിങ്ഷനോ അങ്ങനെ ഒന്നും വാങ്ങിയവരോ ആയിരിക്കത്തില്ല. ചിലപ്പോൾ അവർ ജസ്റ്റ് പാസ്സായിരിക്കും. ചിലപ്പോൾ അവർ ഒരു പ്രാവശ്യം തോറ്റതിന് ശേഷം പിന്നെ ഉയർന്നു വന്നവരായിരിക്കാം. അപ്പോൾ തോൽവി അല്ലെങ്കിൽ വിജയത്തിൻ്റെ ആ ഒരു മാധുര്യം എന്ന് പറയുന്നത് കുറഞ്ഞാലും കൂടുതലായാലും നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാവുക. എൻ്റെ കഴിവിനനുസരിച്ച്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവം എനിക്ക് തന്നത് ഞാൻ 2 കൈയും നീട്ടി സ്വീകരിക്കും എന്ന മാനസിക നിലയോടുകൂടി നമ്മൾ ജീവിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് ചിലപ്പോൾ ഒരു ചെറിയ വിജയമായിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ ഒരല്പം ചെറിയൊരു തോൽവി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി വരുന്നത്, നമ്മെ കാത്തിരിക്കുന്നത് ഒരു വലിയ വിജയത്തിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ആരും തന്നെ, ഞാനും ഒരു പേരൻ്റാണ്, എൻ്റെ കുട്ടിയും 10ാം ക്ലാസ്സിൽ എക്സാം എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓരോ എക്സാം കഴിഞ്ഞ് വരുമ്പോഴും അവനോട് ചോദിക്കുന്നത്, എക്സാം എളുപ്പമുണ്ടായിരുന്നോ? അപ്പോൾ പാടാണെന്ന് പറയുമ്പോൾ ഞാൻ പറയും, സാരമില്ല മോനെ, അടുത്ത എക്സാം കുറച്ചുകൂടി നീ ബെറ്ററായിട്ട് പഠിച്ചാൽ മതി. ഇനി റിസൾട്ട് വരുമ്പോൾ എനിക്ക് full A+ കിട്ടുമോ, അതോ എനിക്ക് full A+ കിട്ടത്തില്ലേ? അപ്പം ഞാൻ പറയുന്നത് എന്താണ്, full A+ എന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണ്ട. നമുക്ക് കിട്ടുന്നത് എന്താണോ അതുകൊണ്ട് സംതൃപ്തി അടയുക. അതാണ് നമ്മൾ പാരൻസ് നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ മറ്റൊരു കുട്ടിയെ നമ്മുടെ കുട്ടിയുമായിട്ട് താരതമ്യം ചെയ്ത് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് മാനസികമായിട്ട് വിഷമം തോന്നും. അപ്പോൾ അവർ ചിന്തിക്കും, അവർ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുന്ന പ്രായമാണ്, അവരുടെ മനസ്സിൽ ഇതൊക്കെ അവരിങ്ങനെ കണക്ക് കൂട്ടുന്ന പ്രായമാണ്. അപ്പോൾ അവർ ചിന്തിക്കും, എൻ്റെ പാരൻസ് എന്നെ വഴക്ക് പറയുന്നു, മറ്റുള്ളവർ എൻ്റെ കൂട്ടുകാർ നിനക്കെന്ത് കുറഞ്ഞു പോയി എന്ന് എന്നോട് ചോദിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുട്ടിയുടെ മനസ്സിൽ അതൊരു ഇറിറ്റേഷനായിട്ട് കിടക്കും. അങ്ങനെ കിടക്കുമ്പോൾ സമൂഹത്തിലോട്ട് ഇറങ്ങി മറ്റൊരാളുമായിട്ട് ഇടപഴകാൻ അവരുടെ ആ ഒരു മനസ്സിൽ ഒരു നാരോ മൈൻഡഡ് ആയിട്ട് വരും അവർ. അപ്പോൾ ഒരു ഇടുങ്ങിയ ചിന്താഗതി വരും. അപ്പോൾ അവർക്ക് പുറത്തിറങ്ങിയിട്ട് മറ്റൊരാളുമായിട്ട് മിണ്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അവരെന്നോട് ചോദിക്കും, നിനക്കെന്തോ മാർക്ക് കുറഞ്ഞു പോയത്? അവരെന്നോട് ചോദിക്കും, നീ എന്താ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നല്ലോ, നീ അവിടെ പോയിരുന്നല്ലോ, നിനക്ക് അതുണ്ടായിരുന്നു, നിനക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു, സ്പെഷ്യൽ ട്യൂഷൻ ഉണ്ടായിരുന്നു, നിനക്ക് മാത്സും ഇംഗ്ലീഷും മറ്റു വിഷയങ്ങളും ഒക്കെ സ്പെഷ്യൽ ട്യൂഷൻ ഉണ്ടായിരുന്നു, പിന്നെ എന്തുകൊണ്ട് നിനക്കിപ്പോൾ മാർക്ക് കുറഞ്ഞു? ഇനി +2 ആയിട്ടുള്ള
ഒരു കുട്ടിയോട് ആണെങ്കിൽ ആ കുട്ടിയോട് ചോദിക്കും, നീ 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിയതല്ലേ, പിന്നെ എന്തുകൊണ്ട് നിനക്ക് മാർക്ക് കുറഞ്ഞു? +2 ആയപ്പോൾ നിനക്ക് എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു? അതല്ല +2വിന് നീ ഉഴപ്പി നടന്നോ? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളുടെ ശരങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടികളുടെ മാനസികാവസ്ഥ ഉറപ്പായിട്ട് അത് തെറ്റുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ പേരൻസ് ആയാലും കൂട്ടുകാരായാലും മറ്റ് റിലേഷനിലുള്ള ആരായാലും ശരി, നമ്മൾ കുട്ടികളോട് ഒരു അവരുടെ മാനസികാവസ്ഥ എന്താണെന്നറിഞ്ഞ് വേണം നമ്മൾ അവരോട് പെരുമാറാനായി. അതുകൊണ്ട് 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നെന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ ആ റിസൾട്ട് മോശമാണെന്ന് വെച്ചിട്ട് നമ്മളൊരു കുട്ടിയെ കൂടുതലായിട്ട് അവരെ കുറ്റപ്പെടുത്താതിരിക്കുക. പാരൻസ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കാരണം നഷ്ടപ്പെട്ടു പോയാൽ അത് നിങ്ങളുടെ നഷ്ടമാണ്. കാരണം നമുക്ക് ഒരു നേട്ടം ഇനിയും കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഒന്ന് ചിന്തിച്ചില്ല, നമ്മൾ പെട്ടെന്ന് ഒരു നിമിഷത്തെ വിഷമത്തിൽ അല്ലെങ്കിൽ ഒരു നിമിഷം നമ്മുടെ അവിവേകമായിട്ടുള്ള പ്രവൃത്തി മൂലം നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മൾ കൊഞ്ചിച്ച് ലാളിച്ച് 10-18 വയസ്സ് വരെ വളർത്തിയ അല്ലെങ്കിൽ 16 വയസ്സ് വരെ വളർത്തിയ മക്കളായിരിക്കും നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രായത്തിലെ കുട്ടികളെ നമ്മൾ പരമാവധി അവരെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. അവർ മാർക്ക് കുറഞ്ഞെന്ന് വെച്ച് നമ്മൾ അവരോട് കൂടുതൽ കയർത്ത് സംസാരിക്കുകയോ നമ്മൾ അവരെ കുറ്റപ്പെടുത്തുകയോ ചെയ്താൽ അവർക്ക് പോയ മാർക്ക് തിരിച്ചു കിട്ടുമോ? ഒരിക്കലുമില്ല. ഇനി നമ്മളിതെല്ലാം പറഞ്ഞു, നമ്മുടെ മക്കൾ എന്തെങ്കിലും അവിവേകം കാട്ടിക്കഴിഞ്ഞാൽ ആ ഒരു അവിവേകത്തിൻ്റെ ഫലം നമ്മൾ ആ ജീവിതകാലം മുഴുവൻ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ പാരൻസ് ഉറപ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. 10ാം ക്ലാസ്സിലെയോ അല്ലെങ്കിൽ +2വിലെയോ റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ മക്കൾ 10ാം ക്ലാസ്സിലാണെങ്കിൽ, നിങ്ങളുടെ കുട്ടികൾ +2 ലെവലിലാണെങ്കിൽ അവരോട് മയത്തിൽ പറയുക, അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക. ചില കുട്ടികൾ ഇപ്പോൾ പാരൻസ് പറഞ്ഞില്ല എങ്കിലും ചില കുട്ടികൾ സ്വയം ഇങ്ങനെ ചിന്തിക്കും, ഞാൻ കുറച്ചുകൂടി പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറേ കൂടി മാർക്ക് നേടാമായിരുന്നു, അല്ലെങ്കിൽ എനിക്കിപ്പോൾ മാർക്ക് കുറഞ്ഞത് കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയം എടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് വരുമ്പോൾ ഉറപ്പായിട്ടും അവർക്ക് ചിലപ്പോൾ ഒരു അവരുടെ മാനസികമായിട്ടുള്ള ആ ഒരു നില അത് തെറ്റാനിടയുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ചിന്ത അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി എന്താണെന്ന് അവർക്കറിയില്ല. അപ്പോൾ അവർ സ്വയം അവരുടെ ജീവിതത്തോടുള്ള അവരുടെ ആ ഒരു ആസക്തി നഷ്ടമാകും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പേരൻസ് അവരെയും പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം നമ്മളുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, അത് തന്നെയാണ് വേണ്ടത്. ഇനിയും നമ്മുടെ മുന്നിൽ ജീവിതം നീണ്ടു നിവർന്ന് കിടപ്പുണ്ട്. നമ്മൾ ഒറ്റ നിമിഷത്തിൽ എന്തെങ്കിലും വരായികകൾ ചിന്തിക്കാതെ നമ്മൾ എടുത്ത് ചാടിയാൽ ഉറപ്പായിട്ടും നമുക്ക് മാത്രമാണ് നഷ്ടം, നമ്മുടെ കുടുംബത്തിനാണ് നഷ്ടം, നമ്മുടെ പാരൻസിനാണ് നഷ്ടം. വരും തലമുറയ്ക്ക് യാതൊരു നഷ്ടവുമില്ല. അല്ലെങ്കിൽ ഇനി ഈ വരുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞവർക്ക്, നമുക്ക് മാർക്ക് കുറഞ്ഞ് എന്ന് പറഞ്ഞവർക്ക്, ചോദിച്ചവർക്ക്, അല്ലെങ്കിൽ നിനക്ക് കുറഞ്ഞു പോയോ എന്ന് ചോദിച്ചവർക്കൊന്നും ഒരു നഷ്ടവുമില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്നത് നമുക്ക് നേട്ടമായി കരുതുക. അപ്പോൾ അങ്ങനെ നേട്ടമായി കരുതുമ്പോൾ നമുക്ക് ഉള്ള വിജയം അത് മാധുര്യമായി തന്നെ കരുതുക. അല്ലാതെ ഇനിയിപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മുടെയൊക്കെ റിസൾട്ട് വരും. അപ്പോൾ ആ ഒരു നിമിഷം നമ്മൾ വിവേകപൂർവം ചിന്തിച്ച് കഴിഞ്ഞാൽ, പേരൻസ് ആയാലും കുട്ടികളായാലും വിവേകപൂർവം ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ആപത്തുകളെ വളരെ ഈസിയായിട്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരോടുമായിട്ടും ഒന്നുകൂടി ഞാൻ പറയുകയാണ്, നമ്മളെ മക്കളെ പ്രത്യേകിച്ച് +1 +2 അതുപോലെ 10ാം ക്ലാസ് ഈ ഒരു ഏജിലുള്ള കുട്ടികളെ എടുത്തു പറയുന്നത്, ആ ഒരു ഏജ് എന്ന് പറയുന്നത് വളരെ അധികം അപകടം നിറഞ്ഞൊരു ഏജാണ്. കാരണം ആ സമയത്ത് അവരുടെ ചിന്ത എന്ന് പറയുന്നത് നോർമൽ രീതിയിലുള്ള ചിന്തയൊന്നുമല്ല. അവർ സമാധാനപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കത്തില്ല അവർ ചെയ്യുന്നത്. പെട്ടെന്നൊരു എടുത്തുചാട്ടം, ഏത് കാര്യത്തിനും അവർക്ക് ഒരെടുത്തുചാട്ടം ഉണ്ടാകും. അപ്പം ആ ഒരു പ്രായമാണ്
ഈ ഒരു 14 മുതൽ ഒരു 18 വയസ്സ് വരെയുള്ള ഈ ഒരു പ്രായം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടീനേജ് എന്ന് പറയുന്നത് ഫുള്ള് പ്രശ്നമാണ്. എന്നാലും നമ്മളിവിടെ എടുത്ത് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ, അതായത് 10ാം ക്ലാസ്സിലെയും +2 ലെവലിൽ വരുന്ന കുട്ടികളുടെയും +1 +2 ആ ലെവലിലുള്ള കുട്ടികളുടെയും കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം +1-ന് ഇപ്പോൾ ഈ എക്സാം നടക്കുന്ന സമയത്ത് +1-ന് ഏതോ ഒരു വിഷയം പാട് ആണ് എന്ന് വിചാരിച്ച് ആ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ആത്മഹത്യകളുടെ എണ്ണം പെരുകി വരികയാണ് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ ഇത് ഒഴിവാക്കണമെങ്കിൽ ഔചിത്യപൂർവം നമ്മുടെ പാരൻസും അതുപോലെ വിദ്യാർത്ഥികളും പെരുമാറിയേ മതിയാകൂ. അതല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് നഷ്ടം നമുക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, വളരെ ചെറിയ വിജയവും മാധുര്യമേറിയതാണ്. ആ വിജയത്തിൽ നിന്ന്, ചെറിയ വിജയത്തിൽ നിന്ന് നമുക്ക് വലുതിലോട്ട് പോകാൻ ഉറപ്പായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇനിയൊരു വിജയം കുറഞ്ഞ് എന്ന് കരുതിയിട്ട് ഇനി ഒരു കുട്ടികളും ആത്മഹത്യ ചെയ്യരുത്. അല്ലെങ്കിൽ ഒരു പാരൻസും മക്കളെ ഒരുപാട് വഴക്ക് പറഞ്ഞ് പ്രകോപിതരാക്കി അവരുടെ മാനസിക നില തെറ്റിച്ച് അവരെ കൊണ്ട് ആത്മഹത്യയുടെ വക്കിൽ എത്തിക്കരുത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ മക്കളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഈ പറയുന്നതൊക്കെ നമ്മൾ ഉറപ്പായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മുടെ കേരളത്തിൽ ഓരോ കുട്ടികളും വിജയം കുറഞ്ഞ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് ആരും ആത്മഹത്യ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ മക്കളുള്ളവർക്കും അതുപോലെ തന്നെ +2 പരീക്ഷ എഴുതി കഴിഞ്ഞ ആ മക്കളുള്ളവർക്കും പാരൻസിനും കുട്ടികൾക്കും ഒക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. പരമാവധി ഷെയർ ചെയ്യുക. അതുവഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഒരുപാട് കുട്ടികളുടെ ജീവിതവും ജീവനും അവരുടെ സന്തോഷവും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കുട്ടി ജീവൻ ഒടുക്കിക്കഴിഞ്ഞാൽ ആ അച്ഛനും അമ്മയും ജീവിതകാലം മുഴുവനും അവർക്ക് വിഷമമാവും. ഇനി ആ കുടുംബത്തിലുള്ളവർക്ക് മുഴുവൻ വിഷമമാവും. ഇനി അവിടെ സഹോദരങ്ങളുണ്ടെങ്കിൽ അവർക്ക് വിഷമമാവും. അങ്ങനെ എല്ലാവരും ദുഃഖിക്കും. നമ്മൾ മാത്രമല്ല, നമുക്ക് ചുറ്റുപാടുമുള്ള എല്ലാവർക്കും അതൊരു വിഷമമാവും. അത് ജീവിതകാലം മുഴുവൻ നമ്മളെ വേട്ടയാടും. അപ്പോൾ പാരൻസും ശ്രദ്ധിക്കുക. നമ്മൾ ഇത്രയും കൈ വളരുന്നു കാല് വളരുന്നു എന്ന് നോക്കി വളർത്തി വലുതാക്കിയ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ മക്കളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പോൾ എടുത്തു ചാടി നീ പഠിക്കാത്തത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ നീ കളിച്ച് നടന്നിട്ടല്ലേ നിനക്ക് വിജയം കിട്ടാത്തത്, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് പ്രകോപിതരാക്കുമ്പോൾ ഉറപ്പായിട്ട് ഇതൊന്നും അവരുടെ മനസ്സിൽ ആ സമയത്ത് കയറുന്നൊരു കാര്യമല്ല. അവരെ മാതാപിതാക്കൾ വഴക്ക് പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് മാർക്ക് കുറവായതുകൊണ്ട് വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് ഒരു A+ ആണ് കുറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ 9 A+ വാങ്ങി 1 A+ എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ 5 A+ എനിക്ക് കിട്ടി 1 A+ എനിക്ക് കുറഞ്ഞു പോയി. ഇങ്ങനെ +2 ലെവലിലും 10ാം ക്ലാസ് ലെവലിലുമുള്ള കുട്ടികൾ ചിന്തിച്ച് പെട്ടെന്ന് അവർ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നമ്മൾ പേരൻസ് ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് പാരൻസ് ഉറപ്പായിട്ടും ആ കുട്ടികൾക്കൊരു ആശ്വാസമായിട്ട് കൂടെ നിൽക്കണം. അവരുടെ വിജയത്തിലായാലും അവരുടെ തോൽവിയിലായാലും, അല്ലെങ്കിൽ അവർക്ക് ഉന്നത വിജയം കിട്ടി അവർക്ക് 1 2 A+കളുടെ അല്ലെങ്കിൽ മാർക്കുകളുടെ വ്യത്യാസം വന്നു, അത് ഇനി അവരോട് പഠിക്കുന്ന മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യാതെ അവർക്ക് കിട്ടിയത് നമ്മുടെ മക്കൾ എഴുതി വാങ്ങിയത്, അതല്ലെങ്കിൽ നമ്മുടെ മക്കൾ കഷ്ടപ്പെട്ട് കിട്ടിയത് അത് നേട്ടം തന്നെയാണ് എന്ന് കരുതി സന്തോഷിക്കുക. ഇനി ചില കുട്ടികൾക്ക് 10 A+, അവരിങ്ങനെ
വിഷയം ക്ലാസ്സിലൊക്കെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ +2 ലെവലിലായാലും അതുപോലെ തന്നെ ക്ലാസ്സിലൊക്കെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ അവർ പക്ഷേ പരീക്ഷ എഴുതിയപ്പോൾ അവർ വിചാരിച്ചതുപോലെ ആ വിചാരിച്ച വിഷയത്തിന് മാർക്ക് കിട്ടിയില്ല. പക്ഷെ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കത് റിവാലുവേഷൻ കൊടുത്ത് നമുക്ക് ആ മാർക്ക് തിരിച്ചു പിടിക്കാവുന്നതാണ്. അപ്പം അങ്ങനെയും നമ്മൾ വിഷമിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഉറപ്പായിട്ട് അത് നമ്മൾ എഴുതിയിട്ടുണ്ട് എങ്കിൽ, പേപ്പറിലുണ്ട് എങ്കിൽ ഉറപ്പായും നമുക്ക് കിട്ടേണ്ട മാർക്ക് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അപ്പം അങ്ങനെ നിങ്ങൾ കരുതി വിഷമിക്കാതെ, ചില കുട്ടികൾ ചിലപ്പോൾ ഈ ഒരു A+ കുറഞ്ഞതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളെ എനിക്കറിയാം. അപ്പം അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവൻ വെറുതെ നിങ്ങൾക്ക് കളയാനുള്ളതല്ല. ജീവൻ ഈ ഇത്രയും മധുരമേറിയ നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങളുടെ ജീവൻ കളഞ്ഞു കുളിക്കാനുള്ളതല്ല. നിങ്ങളുടെ പാരൻസിനോടും നിങ്ങൾ സമാധാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുക. ചില പാരൻസ് ചിലപ്പോൾ കുട്ടികൾ എത്ര പറഞ്ഞാൽ ഈ പാരൻസ് അടുക്കാത്ത പാരൻസ് ഒരുപാടുണ്ട്. കുട്ടികൾ പിന്നും അവർ പറയും ഇനി ഞാൻ അടുത്ത പരീക്ഷയ്ക്ക് നോക്കാം, അല്ലെങ്കിൽ അമ്മയും അച്ഛനും ഒക്കെ ഇപ്പോൾ എന്നോട് ക്ഷമിക്ക്, ഞാൻ അടുത്ത പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാം എന്നൊക്കെ പാരൻസിനോട് കുട്ടികൾ പറയും. പക്ഷെ ചില പാരൻസ് ഇത് അംഗീകരിക്കത്തില്ല. അപ്പോൾ അവരുടെ ഇത് അവരുടെ സ്റ്റാറ്റസ്, അവരുടെ സമൂഹത്തിൽ അവർക്ക് ഉണ്ടാവേണ്ട, എനിക്ക് എൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് എനിക്ക് കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചില ചില പാരൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പാരൻസ് അത് അധ്യാപകരോട് വന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. കാരണം അവർ വന്നിട്ട് ചില പാരൻസ് വന്നിട്ട് പറയും, എൻ്റെ കുട്ടിക്ക് നല്ല മാർക്ക് വേണം, അല്ലെങ്കിൽ സമൂഹത്തിൽ എനിക്ക് എൻ്റെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള പാരൻസ് ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരോട് കൂടി ഞാൻ ഒന്ന് പറയുകയാണ്, നമ്മുടെ മക്കൾ സ്റ്റാറ്റസൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാക്കാം, അത് പിന്നും വരും പോകും, അങ്ങനെയുള്ളതാണ് നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഉള്ള നമ്മുടെ മക്കളുടെ ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെന്ത് സ്റ്റാറ്റസാണ് നമുക്കുണ്ടാവുക, പിന്നെന്ത് സന്തോഷമാണ് നമുക്കുണ്ടാവുക? ഒരിക്കലെങ്കിലും പിന്നെ നമുക്ക് ആ മക്കളെ ജീവനോടെ കാണാൻ സാധിക്കുമോ? അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ മക്കളെ ജീവനോടെ, നമ്മുടെ മക്കളെ സന്തോഷത്തോടെ, മാനസികാരോഗ്യത്തോടെ, ശാരീരികാരോഗ്യത്തോടെ നമുക്ക് വേണമെങ്കിൽ ഉറപ്പായും നമ്മൾ ഓരോ പാരൻസും ചിന്തിക്കേണ്ടത്, പരീക്ഷാകാലമായി, അത് ഇനി നമ്മുടെ വേനൽ അവധി കഴിയാറായി, അപ്പോൾ ഇനി വരുന്നത് റിസൾട്ടിൻ്റെ കാലമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. 10ാം ക്ലാസ്സിലെ മക്കളുള്ളവരും +2 ലെവലിലെ മക്കളുള്ളവരും ഇനി മറ്റുള്ള ഉദ്യോഗാർത്ഥികളായാലും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് 1-2 മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് 1-2 വിഷയത്തിൽ മാർക്ക് കുറവായി എന്ന് കരുതി നമ്മുടെ ജീവിതം അവിടെ അവസാനിക്കുന്നില്ല. ഇനി നമുക്ക് ഒരുപാട് വഴികളുണ്ട്. നമ്മൾ നടന്നു പോകേണ്ട വഴികൾ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുകയാണ്. അത് ചിലപ്പോൾ സമൂഹത്തിൻ്റെ ഏറ്റവും ഉന്നത തലങ്ങളിൽ നമ്മെ കൊണ്ടെത്തിക്കും. എനിക്കൊക്കെ ഒരുപാട് പേരെ പരിചയമുണ്ട്. കാരണം ഫുൾ A+ കിട്ടിയ ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കുട്ടികൾ പിന്നീടുള്ള അവരുടെ ജീവിത കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അവരുടെ പഠനത്തിൽ ഒരുപാട് താഴ്ന്ന ലെവലിൽ എത്തുന്നുണ്ട്. കാരണം അവർ പ്രതീക്ഷിച്ചതുപോലെ മാർക്ക് വാങ്ങാൻ സാധിക്കാതെ അവരുടെ പഠനം അല്ലെങ്കിൽ അവർ അലസന്മാരായിട്ട് മാറി. അങ്ങനെ അവർക്ക് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ സംഭവിക്കാറുണ്ട്. ഇനി ഒരുപാട് പരീക്ഷകളൊക്കെ എഴുതി വൻ വിജയം നേടിയ കുട്ടികൾ പലരും ഇപ്പോൾ അടുക്കളയിൽ കഴിയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഉറപ്പായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് ഇനിയും മാർക്ക് കുറഞ്ഞവർ ഇനിയും അവർ ചിന്തിക്കേണ്ടത് എന്താണ്? ഇനിയും നമുക്ക് മികച്ചതാക്കാം നമ്മുടെ ഭാവി. ഒരു ഫ്യൂച്ചർ, നമുക്ക് നല്ല മികച്ചൊരു ഫ്യൂച്ചർ ഇനി നമ്മുടെ മുൻപിൽ തെളിഞ്ഞു നിൽപ്പുണ്ട്. അതുകൊണ്ട് ഈ ഒന്നുമല്ല, ഇതിനെയൊക്കെ നമ്മൾ തരണം ചെയ്യും. ആ ഒരു രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ഉറപ്പായിട്ട് വിജയം സുനിശ്ചിതമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചിന്തിക്കുക, നമുക്ക് ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. ആ ജീവിതം നമ്മെ വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ലോകത്ത് യാതൊന്നും ചെയ്യാനില്ല. പിന്നെ നമുക്ക് ഒന്നുമില്ല.
നമ്മുടെ ജീവിതം തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമുക്ക് ഈ സമൂഹത്തിലുള്ളത്? ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കാനുള്ളത് ഇനിയും വരുന്ന പരീക്ഷകളെ നമ്മൾ ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കുക. അപ്പോൾ ഇനിയുള്ള പഠന നിലവാരങ്ങൾ നമ്മൾ ഉയർത്തുക. ഇനി മികച്ച റാങ്ക് കിട്ടുകയോ അല്ലെങ്കിൽ മികച്ച ഫുൾ മാർക്ക് വാങ്ങി വിജയിക്കുന്ന കുട്ടികളായാലും ശരി, നിങ്ങളും എന്ത് ചെയ്യുക, നമുക്ക് ഒരുപാട് വിജയം കിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത് ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞവരാണെങ്കിൽ പിന്നെ +2 ലെവലിലോട്ട് നമ്മൾ പോകും. അവിടെ ചെന്നിട്ട് ഞാൻ ഈ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും എനിക്ക് ഫുൾ A+ ആണ്, അപ്പോൾ എനിക്ക് അതുപോലെ +1 +2 ലെവലിലും കിട്ടും. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. നന്നായിട്ട് പഠിക്കുക എന്നത് നമ്മുടെ അവകാശമാണ്. അത് പഠിപ്പിക്കുക എന്നത് നമ്മുടെ പാരൻസിൻ്റെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ അവരുടെ ആഗ്രഹം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, അതോടൊപ്പം നമ്മൾ നമ്മുടെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു.